കേട്ട ക്ലാസ്സുകളിലൂടെ നമ്മുടെ വിശ്വാസം അല്പമെങ്കിലും പുതിയ ബോധ്യങ്ങൾ കിട്ടിയോ? ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന ഒരു ബോധ്യമായിരുന്നു. വിശ്വാസം കുറെ കൂടി ഇന്റലക്ച്വലായിട്ട് ബുദ്ധിപരമായിട്ടും സഭാപ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായിട്ടും വളരാൻ സാധിച്ചോ? എന്താണ് ലഭിച്ചത്? വാട്ട് ആർ യു ടേക്കിംഗ് ഹോം? More faith in God. Good. We get a new hope that we are forgiven and that we are not going to hell. We get a new hope that we are forgiven and We can pray for others we can pray for others so that they will also get into eternal salvation. Yes. That is the good news. അതാണ് hope. This is a message of hope. നമ്മൾ പ്രത്യാശയുടെ കവാടമാണ്. പ്രത്യാശയാണ് ഈ കരുണയുടെ വർഷം മുഴുവനും പറയുന്നത്. ഈ ഞാൻ ഇനി പറഞ്ഞു തുടങ്ങിയ അടുത്തൊരു ക്ലാസ്സോ ഇനി ആരെങ്കിലും? യെസ്. ബ്രദറിൻ്റെ ടോക്കിലൂടെ കിട്ടിയത് ഇക്കണോമി ഓഫ് സാൽവേഷൻ നമ്മളിൽ ഓരോരുത്തരിലൂടെയും വേണം ഈ ലോകം ഈശോയെ അറിയുവാൻ എന്നുള്ളൊരു വലിയ സന്ദേശമാണ് എനിക്ക് കിട്ടിയത്. സോ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുക. യേശുവിനെ അറിയാത്തവരും ഒത്തിരി പേര് നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. സോ ഏതെങ്കിലും വിധത്തിൽ അവരുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ ഒരു വചനമെങ്കിലും അവരുടെ മനസ്സിലെത്തിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ വചനത്തിലൂടെയും ഇനി നമ്മൾ വീട്ടിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതിലൂടെ എല്ലാം ഇതാണ് ലക്ഷ്യം വെക്കേണ്ടത്. അതാണ് ഈശോ പറഞ്ഞത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകുള്ളൂ. അതിനുശേഷമേ അന്ത്യമാഗതമാകണമെങ്കിൽ ഈശോ രണ്ടാമത് വരുന്ന സമയം വരുന്നതിന് മുൻപ് സംഭവിക്കേണ്ടത് എന്താ? ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. ഈ ചൈനയും റഷ്യയും സൈബീരിയയും പാകിസ്ഥാനും എല്ലാം സുവിശേഷവൽക്കരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വർഷം ഞാൻ ചൈനയ്ക്ക് പോവുകയാണ്. ജീസസ് വണ്ടർ ആനിമേഷൻ ഫിലിം ചൈനീസ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനെങ്കിലും പറയാം. എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കൂടെ കിട്ടിയ ഒരു വലിയ ബോധ്യം, കർത്താവിൻ്റെ കരുണയെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു അവബോധമാണ്. അതിനൊരു പരിധിയില്ല. ഒരുപക്ഷെ ഇതുവരെയുമൊക്കെ നമ്മൾ മനസ്സിൽ ധരിച്ചിരുന്നത് കർത്താവ് നീതിമാന്മാരുടെ കരുണ കാണിക്കും, നീതിരഹിതരെ ശിക്ഷിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ കുറേയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഇന്നൽ ഈ നാളുകളിൽ ഇന്നും കർത്താവിൻ്റെ കരുണയ്ക്ക് നമുക്കൊരു പരിധിയില്ല. അത് ഏത് നിമിഷവും ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കർത്താവിന് നൽകുവാൻ സാധിക്കും എന്നുള്ളതാണ്. വിശുദ്ധ കുത്രേസ്യ പുണ്യവതിയുടെ ചരിത്രം വായിക്കുമ്പോൾ വിശുദ്ധ പറയുന്നുണ്ട്, God can prepare a soul in an instant to appear before him എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് എപ്പോഴും എനിക്കുണ്ടായിരുന്ന ഒരു ചിന്താക്കുഴപ്പം, സുവിശേഷത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന്. എന്നാൽ അതേസമയം തന്നെ വിശ്വാസം ദൈവത്തിൻ്റെ ദാനവുമാണ്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് കൂട്ടിച്ചേരുന്ന എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ദാനം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ബ്രദറുമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനിടയായി.
അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ നല്ലപോലെ വ്യക്തമായതാണ്. അതായത് നമ്മുടെ കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അത് സംഭവിക്കുകയാണ്. നീ സുഖം പ്രാപിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ ആ വിശ്വാസം എന്ന കാര്യം നമ്മുടെ ഉള്ളിൽ അത് സംഭവിക്കുകയാണ്. ആദ്യത് സൃഷ്ടികർമ്മം നടത്തുന്ന പോലെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടായതുപോലെ തന്നെ കർത്താവ് നമ്മളോട് പറയും നീ വിശ്വസിക്കുവിൻ എന്ന് പറയുമ്പോൾ നമ്മളോട് എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ പറയുന്ന കാര്യം നമ്മളിൽ സംഭവിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഉടനെ അങ്ങ് വിശ്വസിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം. അത് എനിക്ക് വളരെ ഒരു ആഴമേറിയ ഒരു ബോധ്യമായിരുന്നു. കാരണം അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കർത്താവിൻ്റെ ദാനമാണ് എന്നുള്ളത്. താങ്ക് യു ബ്രദർ. പ്രൈസ് ദി ലോർഡ്. അപ്പോ പറയാനുണ്ടോ? ഓക്കെ. ഇവിടെ ഒന്ന് പറയും. എനിക്ക് കൂടുതൽ ഇത് വന്നത് നമ്മുടെ സീറോ മലബാർ കുർബാനയിലെ പ്രാർത്ഥനകൾ ഇവിടെ വന്നൊന്ന് പറഞ്ഞാൽ എല്ലാവരും അവരില്ല കേൾക്കാന്. അതിവിടെ യൂട്യൂബിലൊക്കെ കേൾക്കാൻ ആളുണ്ടെന്നേ. ഓക്കെ, എനിക്ക് സീറോ മലബാർ കുർബാനയിലെ ആ പ്രാർത്ഥനകൾ ബ്രദർ പറഞ്ഞത് കൂടുതൽ അതിന്റെ അർത്ഥവും വ്യാപ്തിയും ആ പ്രാർത്ഥനകളൊക്കെ ജന്മം തൊട്ട് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് അത്രയും ഗ്രഹിച്ചില്ല. ആ പ്രാർത്ഥനകളൊക്കെ ബ്രദർ പറഞ്ഞപ്പോൾ കൃപയെന്നുള്ളത് അതൊരു ധാരാളം പ്രാവശ്യമുണ്ട്. ഇന്നലെ ബ്രദർ പറഞ്ഞു ഇന്ന് കുർബാനയ്ക്ക് ഞാൻ വന്നപ്പം ശരി അത് ഒത്തിരി പ്രാവശ്യം അതെന്നെ സ്ട്രൈക്ക് ചെയ്തു എന്ന് പറഞ്ഞ പോലെ പല പ്രാവശ്യം ഈ പ്രാർത്ഥനകളൊക്കെ ബ്രദർ പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതെയോ അതിങ്ങനെ വായിച്ചു പോകുന്നു, അങ്ങനെ പ്രാർത്ഥന ചൊല്ലി പോകുന്നു എന്നുള്ളത് കൂടുതൽ ഒന്നുകൂടെ ആഴത്തിൽ അതിന്റെ അർത്ഥവും വ്യാപ്തിയും അതിന്റെ ശക്തിയും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒത്തിരി സഹായിച്ചു. അതാണ് പറയാൻ. താങ്ക് യു ബ്രദർ. അതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും ഈ വിശ്വാസത്തിന്റെ ഉള്ളടക്കമാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഈ സെഷൻ ഇന്ന് സമാപിപ്പിക്കുന്നു. നാളത്തെ ശുശ്രൂഷകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരും. നാളെ കുടുംബത്തിൽ ഈ കരുണയും ഇതെല്ലാം എങ്ങനെ പ്രാക്ടിക്കലാക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഒരു കുടുംബസ്ഥൻ എന്നുള്ള നിലയിലും സഭയുടെ പ്രബോധനത്തിലും വെച്ചുകൊണ്ട് നാളെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാളെ തീർച്ചയായിട്ടും കൂടുതൽ ബെനിഫിറ്റ് ആവും. നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നമുക്ക് പിരിയാം. പ്രൈസ് ദ ലോർഡ്.